ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിധിന്യായം വന്നു. അട്ടപ്പാടി മധു വധക്കേസിലെ വിധി. അതിൽ വിചാരണ കോടതിക്കെതിരെയും സമൂഹത്തിനെതിരെയും കടുത്ത നിരീക്ഷണങ്ങളാണുള്ളത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. കേരളത്തിലെ ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതക കേസായ മധു കൊലപാതക കേസിൽ ഒരു ആദിവാസി യുവാവിനെ വേട്ടയാടി പരസ്യമായി അപമാനിക്കുകയായിരുന്നുവെന്നാണ് വിധി പ്രസ്താവത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. സത്യം തെളിയിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടത് തെളിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറി സത്യത്തിന് നേരെ കണ്ണടച്ചതുകൊണ്ടാണെന്നാണ് നിരീക്ഷണം. ഭരണഘടനാ തത്വങ്ങളും ദളിത് ജനതയുടെ ജീവിത സാഹചര്യങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും സംരക്ഷണം ലഭിക്കേണ്ട മധുവിന് അത് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, ഒരു കോടതി വിധിയിൽ ശിക്ഷ എന്നതിനപ്പുറം കൃത്യമായി സമൂഹം സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരുന്നു, കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി കടുത്ത നിരീക്ഷണങ്ങളായി ഈ വിധി പ്രസ്താവത്തിൽ ഹൈക്കോടതി അടയാളപ്പെടുത്തുകയാണല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. ഭരണഘടനയുടെ ആമുഖം മുൻനിർത്തിയും ഭരണഘടനാ തത്വങ്ങൾ മുൻനിർത്തിയും അത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗത്തോട് എത്രത്തോളം അനീതിയായി പെരുമാറുന്നു, അല്ലെങ്കിൽ ആ ഭരണഘടനാ തത്വങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ അപ്പീലിലെ വിധിന്യായത്തിൽ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, കടുത്ത നിരീക്ഷണങ്ങൾ ഉന്നയിക്കുന്നത്. വിധിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. കേരളത്തിലെ കോടതികൾക്ക് മുന്നിലെത്തുന്ന ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതക കേസാണ് അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം. ഒരു ആദിവാസി യുവാവിനെ പരസ്യമായി വേട്ടയാടി പരസ്യമായി അപമാനിച്ചു. സ്വന്തം രീതിയിൽ നീതി നടപ്പാക്കാൻ അവകാശമുണ്ടെന്ന് പ്രതികൾ ഉൾപ്പെടുന്ന സമൂഹം കരുതി. മധുവിന് മനുഷ്യന്റെ അന്തസ്സില്ല എന്നാണ് പ്രതികൾ കരുതിയത്. സത്യം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ പരാജയപ്പെട്ടു. തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ പരാജയപ്പെട്ടത്, സാക്ഷികൾ കൂറുമാറിയത് കൊണ്ടാണ് വിചാരണ കോടതി അത്തരമൊരു വിധി പുറപ്പെടുവിച്ചത്. ആക്രമണത്തിന് സാക്ഷിയായ വലിയൊരു വിഭാഗം സത്യത്തിന് നേരെ കൂട്ടത്തോടെ കണ്ണടച്ചു എന്നാണ് ഈ കേസിലെ സാക്ഷികൾക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉയർത്തുന്ന വിമർശനം. സാക്ഷികൾ മറുഭാഗത്തേക്ക് മാത്രം നോക്കാൻ തീരുമാനിച്ചു. ഭരണഘടനാ തത്വം സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഭരണഘടനാ സംരക്ഷണം ലഭിക്കേണ്ട മധുവിന് ഒരു സംരക്ഷണവും ലഭിച്ചില്ല. ഭരണഘടനാ ആശയങ്ങളും ദളിത് ജനതയുടെ ജീവിത സാഹചര്യവും തമ്മിൽ ഇപ്പോഴും അന്തരമുണ്ട്. സംഘടിതമായി നീതിയും സമത്വവും നിഷേധിക്കുന്നത് ആത്മാവിനോടുള്ള ക്രൂരതയാണ്. ഇത് നൂറ്റാണ്ടുകളായി കണ്ടറിഞ്ഞ ജനതയുടെ നിശ്ചയദാർഢ്യമാണ് ഭരണഘടനയുടെ ആമുഖം. കേവലം 40 കിലോഗ്രാം മാത്രം ശരീരഭാരമുള്ള മധുവിനെ മണിക്കൂറുകളോളമാണ് പ്രതികൾ കെട്ടിയിട്ട് മർദ്ദിച്ചത്, ആക്രമിച്ചത്. പോഷകാഹാര കുറവുള്ളതും മാനസിക വെല്ലുവിളി നേരിടുന്നതുമായ വ്യക്തിയാണ് മധു. സാക്ഷികൾ കൂറുമാറിയത് നിസ്സാരമല്ല എന്ന് കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. സാക്ഷികളുടെ കൂറുമാറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ജാമ്യവ്യവസ്ഥകൾ കാറ്റിൽ പറത്തി പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ചു എന്നുകൂടി ഹൈക്കോടതി വിലയിരുത്തുന്നു. ജാമ്യം റദ്ദാക്കിയതുകൊണ്ടാണ് 11ാം സാക്ഷിയായ ഫോറസ്റ്റ് വാച്ചർക്ക് വിചാരണ കോടതിക്ക് മുന്നിൽ മൊഴി നൽകാനായത്. സാക്ഷികളെ സംരക്ഷിക്കാൻ കഴിയാത്തത് ദയനീയാവസ്ഥയാണ്. അത് ജുഡീഷ്യറിയുടെയും ഭരണകൂടത്തിന്റെയും ദയനീയാവസ്ഥയാണ് എന്നുകൂടിയാണ് ഹൈക്കോടതി ഈ അപ്പീലിലെ വിധിയിൽ അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 12 പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷ നൽകിയ വിധിയിൽ ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതാണ് സുപ്രധാനമായ നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒരു ആദിവാസി യുവാവിനെ വേട്ടയാടി പരസ്യമായി അപമാനിക്കുകയായിരുന്നുവെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സത്യം തെളിയിക്കാതെ പോയത് തെളിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വലിയൊരു വിഭാഗം ആളുകൾ, സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറി സത്യത്തിന് നേരെ കണ്ണടച്ചു എന്നതാണ് കോടതിയുടെ നിരീക്ഷണം വരുന്നത്. സമൂഹത്തിലെ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.